ഹലോ ഗൈസ്, നമുക്ക് ഒരു ക്യാറ്റിനെ വരക്കാം. ഫസ്റ്റ് നമ്മൾ 3 ലൈൻസ് ഇടണം ഇതുപോലെ. അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ലൈൻ വരച്ചു കൊടുക്കുക. ഗൈസ്, അതുപോലെ തന്നെ സെക്കൻഡ് ലൈനിൽ നിന്ന് ആദ്യം ടച്ച് ചെയ്തിട്ട് ഒരു ലൈൻ താഴത്ത് വരക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യാം. പിന്നെ ഫസ്റ്റ് ലൈനിൻ്റെ അവിടുന്ന് താഴോട്ടേക്ക് ഒരു ലൈൻ ഇട്ടിട്ട് അവിടുന്ന് ഒരു ലൈന് കൊണ്ട് വരക്കാം. എനിക്ക് കൂടുതലായിട്ട് പറയാനറിയില്ല. നിങ്ങൾ മാക്സിമം വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാൻ നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇതുപോലെ ക്രോസ് ചെയ്തിട്ട് താഴോട്ടേക്ക് ഒരു ലൈൻ വരക്കുക. അതുപോലെ നമ്മൾ മറ്റേ സൈഡിൽ ചെയ്ത പോലെ തന്നെ ഈ സൈഡിലൊന്ന് ലൈൻ വരക്കുക. പിന്നെ നമുക്ക് ക്യാറ്റിൻ്റെ ഇയേഴ്സാണ് വരക്കേണ്ടത്. വീഡിയോയിൽ കാണുന്ന പോലെ അതുപോലെ ഇയർ വരച്ചു കൊടുക്കുക. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ അതിൻ്റെ ആ മൗത്തിൻ്റെ ഭാഗത്തായിട്ട് ഹെഡിൻ്റെ സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് വരക്കാം. ഇപ്പോൾ ഏകദേശം ഒരു ക്യാറ്റിന് രൂപമായി എന്ന് തോന്നുന്നു. നമ്മൾക്ക് ഇതിലൊന്ന് ഷെയ്ഡ് ചെയ്യും കാര്യങ്ങളൊക്കെ വേണം. നമ്മൾ ആദ്യം ടൈൽ വരക്കണം. അതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് റാൻഡമായിട്ട് ഒരു ടൈൽ വരക്കാം. അതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്പോൾ നമുക്കിനി ക്യാറ്റിൻ്റെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ആ കോണറൊക്കെ ഒന്ന് നമുക്ക് റൗണ്ട് ചെയ്ത് കൊടുക്കാം. ആ സെൻറ്ററിലത്തെ പോർഷൻ നമുക്ക് ഇങ്ങനെ റൗണ്ട് ഷേപ്പാക്കി കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി വരുന്ന ലൈൻസൊക്കെ ഒന്ന് ഇറേസ് ചെയ്ത് കളയാം. ഓക്കെ, നമുക്ക് അതിൻ്റെ ഹെഡിൻ്റെ പോർഷനിൽ നടന്ന് താഴോട്ട് ഇതുവരെ ലൈൻ ഇട്ടുകൊടുക്കുക. നമുക്ക് ഷെയ്ഡിങ് ചെറുതായി തുടങ്ങാം. നമുക്കിതുപോലെ റൗണ്ട് ഷേപ്പിലായിട്ട് ഇതുപോലെ ലൈൻ ചെയ്ത് കൊടുക്കാം. കോർണറിലെ നമുക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. നമുക്കതിൻ്റെ
മീശ ഭാഗമുണ്ടല്ലോ, അത് നമുക്ക് വരച്ചു കൊടുക്കാം. നമുക്ക് ഷെയ്ഡിങ് തുടങ്ങാം. ഓരോ പോർഷനായിട്ട് നമുക്ക് ഷെയ്ഡ് കൊടുക്കണം. വീട്ടിൽ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി. അതുപോലെ നമുക്ക് ജസ്റ്റ് ഒരു ഷെയ്ഡ് വരച്ചു കൊടുക്കണം. ഓക്കെ ഗൈസ്, എങ്ങനെയുണ്ട് ഈ ഡ്രോയിങ്? ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.